ലാസ്റ്റ് ക്ലാസ്സിൽ കോൺവെക്സ് ഫംഗ്ഷൻസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് തിയറംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൽ തിയറം 4, 5, 6 ഈ 3 തിയറത്തിൻ്റെയും ജോമെട്രിക്കൽ ഇൻ്റർപ്രിട്ടേഷനാണ് അടുത്തതായി പറയാൻ പോകുന്നത്. ഓക്കെ, തിയറം 4ൽ നമുക്കൊരു കോൺവെക്സ് ഫംഗ്ഷൻ്റെ റിലേറ്റീവ് മിനിമം എന്നത് അതിൻ്റെ ഗ്ലോബൽ മിനിമം ആകുമെന്നും അതുപോലെ ഈ ഗ്ലോബൽ മിനിമം ഒന്നിൽ കൂടുതൽ പോയിൻറ്റ്സിൽ അറ്റൈൻ ചെയ്താൽ അതിൻ്റെ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻസിലും മിനിമം അറ്റൈൻ ചെയ്യുമെന്നും പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എടുത്ത കോൺവെക്സ് ഫംഗ്ഷൻ്റെ ഡൊമൈൻ എന്നത് എന്നിൻ്റെ കോൺവെക്സ് സബ്സെറ്റാണ്. അപ്പോൾ നമുക്കിത് E1ൻ്റെ കോൺവെക്സ് സബ്സെറ്റ് ആകുമ്പോൾ എങ്ങനെ ജോമെട്രിക്കലി ഇൻ്റർപ്രറ്റ് ചെയ്യാമെന്ന് നോക്കാം. E1 എന്ന് പറയുമ്പോൾ നമ്മളുടെ റിയൽ ലൈൻ, Rൻ്റെ കോൺവെക്സ് സബ്സെറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് പോസിബിലിറ്റിയാണ് വരുന്നത്. ഒന്ന് സിംഗിൾട്ടൺ സെറ്റ്, മറ്റേത് ഇൻ്റർവെൽസും. പക്ഷേ കോൺവെക്സ് ഫംഗ്ഷൻസിൻ്റെ ഡെഫിനേഷൻ പറയുമ്പോൾ നമുക്ക് മിനിമം 2 പോയിൻറ്റ്സ് എങ്കിലും വേണം. സോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇൻ്റർവെൽസ് ആണ്. അപ്പോൾ നമുക്കിവിടെ ക്ലോസ്ഡ് ഇൻ്റർവെൽ AB ആണ് f(x)ൻ്റെ ഡൊമൈനായി എടുത്തിട്ടുള്ളത്. ഈ f(x)ൻ്റെ ഗ്രാഫാണ് ഈ തന്നിട്ടുള്ളത്. ക്ലിയർലി f(x) ഒരു കോൺവെക്സ് ഫംഗ്ഷൻ ആണ്. കാരണം നിങ്ങൾക്ക് f(a)നെയും f(b)നെയും ജോയിൻ ചെയ്യുന്ന ഈ സ്ട്രെയിറ്റ് ലൈനാണ് ലീഡ് ചെയ്ത് നിൽക്കുന്നത്. അതിനേക്കാളും താഴെയായിട്ടാണ് നമ്മളുടെ f(x)ൻ്റെ ഗ്രാഫ് വന്നിട്ടുള്ളത്. സോ ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഒരു കോൺവെക്സ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ ദ കോൺവെക്സ് ഡൊമൈൻ ക്ലോസ്ഡ് ഇൻ്റർവെൽ AB. ഓക്കെ, നമുക്കിതിൻ്റെ f(x0) എന്ന് പറയുന്നത് എന്താ? ഈ ഫംഗ്ഷൻ്റെ ഒരു റിലേറ്റീവ് മിനിമം ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് x0 എന്ന പോയിന്റിൽ ഈ ഫംഗ്ഷന് റിലേറ്റീവ് മിനിമം അറ്റൈൻ ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഈ ഗ്രാഫ് നോക്കിയാൽ തന്നെ മനസ്സിലാകും ഈ ഫംഗ്ഷൻ്റെ ഗ്ലോബൽ മിനിമം കൂടിയാണ് ഈ f(x0). സോ ഈ ഒരു ഫംഗ്ഷന് റിലേറ്റീവ് മിനിമം ഉണ്ടെങ്കിൽ ആ പോയിന്റിൽ എന്തും ഉണ്ടാവും, ഗ്ലോബൽ മിനിമവും അറ്റൈൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് x0ൽ മാത്രമല്ല x1ലും ഈ ഫംഗ്ഷന് മിനിമം അറ്റൈൻ ചെയ്തിട്ടുണ്ട്. f(x0)ൻ്റെയും f(x1)ൻ്റെയും വാല്യൂസ് സെയിം ആണ്. ഈ ഫംഗ്ഷൻ്റെ മിനിമം വാല്യൂസ് ആയിട്ടാണ് വരുന്നത്. സോ ഒന്നിൽ കൂടുതൽ പോയിൻറ്റ്സിൽ ഈ ഫംഗ്ഷന് മിനിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്നുണ്ട്. ദെൻ ആ തിയറം പ്രകാരം നമുക്ക് എന്ത് പറയാം, അതിനെ ഈ രണ്ട് പോയിൻറ്റ്സിൻ്റെയും കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻസിലും ഫംഗ്ഷന് മിനിമം അറ്റൈൻ ചെയ്യുന്നുണ്ട്. നമ്മളുടെ x0ൻ്റെയും x1ൻ്റെയും കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ രണ്ട് പോയിൻറ്റ്സിനെയും ജോയിൻ ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈനിലാണ്. ഈ സ്ട്രെയിറ്റ് ലൈനിലെ എല്ലാ പോയിൻറ്റ്സിലും ഈ ഫംഗ്ഷന് ഗ്ലോബൽ മിനിമം അറ്റൈൻ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെ കിട്ടുന്നത്? അതിലെല്ലാത്തിലും സെയിം വാല്യൂ ആയിരിക്കും. അതായത് നമുക്ക് x0നെയും x1നെയും ജോയിൻ ചെയ്യുന്ന ആ സ്ട്രെയിറ്റ് ലൈനിലെല്ലാം ഈ ഫംഗ്ഷൻ്റെ മിനിമം വാല്യൂ ആണ് അറ്റൈൻ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഗ്രാഫ് നോക്കുമ്പോൾ ആ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് തന്നെയാണ് ഗ്രാഫ് വന്നിട്ടുള്ളത്. എല്ലാത്തിലും ആ ഫംഗ്ഷൻ്റെ മിനിമം വാല്യൂ തന്നെയാണ് അറ്റൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ജസ്റ്റ് ആ തിയറം 4നെ നമ്മൾ E1ൻ്റെ കോൺവെക്സ് സബ്സെറ്റ് എടുത്ത് ഒന്ന് ഇൻ്റർപ്രിറ്റ് ചെയ്തു എന്നേ ഉള്ളൂ. നെക്സ്റ്റ് തിയറം 5 നോക്കാം. തിയറം 5ൽ കോൺവെക്സ് ഡൊമൈനിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ f(x) തന്നിട്ടുണ്ട്. ദെൻ f(x) ഈസ് എ കോൺവെക്സ് ഫംഗ്ഷൻ ഇഫ് ആൻഡ് ഓൺലി ഇഫ് f(x2 - f(x1) ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു x2 - x1 ഹോൾ ട്രാൻസ്പോസ് ഇൻറ്റു del f(x1) ഫോർ ഓൾ x1 x2 ഇൻ K. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും E1ൻ്റെ കോൺവെക്സ് ഡൊമൈനിലാണ് ജോമെട്രിക്കലി ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്കിവിടെ ക്ലോസ്ഡ് ഇൻ്റർവെൽ AB തന്നെ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ f(x) തന്നിട്ടുണ്ടെങ്കിൽ f(x) ഈസ് എ കോൺവെക്സ് ഫംഗ്ഷൻ ഇഫ് ആൻഡ് ഓൺലി ഇഫ് f(x2 - f(x1) ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു x2 - x1 ഹോൾ ട്രാൻസ്പോസ് ഇൻറ്റു del f(x1) ഫോർ ഓൾ x1 x2 ഇൻ K. K എന്ന് പറഞ്ഞാൽ നമ്മളുടെ ക്ലോസ്ഡ് ഇൻ്റർവെൽ AB. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ക്ലോസ്ഡ് ഇൻ്റർവെൽ ABയിലെ രണ്ട് പോയിൻറ്റ്സ് ആണ് എടുക്കുന്നത്. സോ x2 - x1 ഹോൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ x2 - x1 അതിൻ്റെ ഡിഫറൻസ് കാണുന്നതിനോട് തന്നെ ഈക്വൽ ആണ്. ആൻഡ് del f(x1) അപ്പോൾ നമ്മൾക്കിവിടെ E1ൻ്റെ സബ്സെറ്റാണ്. അപ്പോൾ ഫംഗ്ഷൻ ഓഫ് സിംഗിൾ വേരിയബിളായി മാറുന്നു. സോ നമ്മളുടെ ഗ്രേഡിയൻ വെക്ടർ എന്ന് പറയുന്നത് എന്തിനോട് തന്നെ ഈക്വൽ ആണ്? നമ്മളുടെ യൂഷ്വൽ ഡെറിവേറ്റീവ്, അതായത് df/dx തന്നെ ഈക്വൽ ആയിരിക്കും. സോ നമ്മളുടെ ഇൻഇക്വാലിറ്റി എങ്ങനെ മാറും? f(x2 - f(x1) greater than or equal to x2 - x1 into df/dx at the point x1. ഓക്കെ, സോ നമ്മളുടെ ഫിഗർ 3 നോക്കാം. അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ്റെ ഗ്രാഫാണ് ഈ തന്നിട്ടുള്ളത്. ക്ലോസ്ഡ് ഇൻ്റർവെൽ ABയിൽ ഫംഗ്ഷൻ്റെ ഗ്രാഫ് തന്നിട്ടുണ്ട്. ദെൻ f(a)നെയും f(b)നെയും ജോയിൻ ചെയ്യുന്ന ആ സ്ട്രെയിറ്റ് ലൈൻ തന്നെയാണ് ലീഡ് ചെയ്ത് നിൽക്കുന്നത്. സോ നമ്മളുടെ ഫംഗ്ഷൻ ക്ലിയർലി കോൺവെക്സ് ഫംഗ്ഷനാണ്. അപ്പോൾ ഇനി നമുക്ക് കോൺവെക്സ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് നമ്മളുടെ ആ കണ്ടീഷൻ f(x2 - f(x1) ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു x2 - x1 ഇൻറ്റു df/dx അറ്റ് ദ പോയിൻറ്റ് x1 എന്ന് പറയണം. ഇവിടെ നിങ്ങൾക്ക് df/dx അറ്റ് ദ പോയിൻറ്റ് x1നെയാണ് ഇങ്ങനെ ജസ്റ്റ് df/dx1 എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. അല്ലാതെ വിത്ത് റെസ്പെക്ട് ടു x1 ഡെറിവേറ്റീവ് എടുക്കുകയല്ല, df/dx അറ്റ് ദ പോയിൻറ്റ് x1ൽ ഇവാലുവേറ്റ് ചെയ്തിട്ടുള്ളതിനെയാണ്. ഓക്കെ,
സോ നമ്മൾ ഡൊമെയിനിലെ രണ്ട് ആർബിട്രറി പോയിൻറ്റ്സ് x1ഉം x2 എടുത്തു. ദെൻ എഫ് ഓഫ് x2 വരുന്നത് ഈ ഒരു വാല്യൂ ആണ്. ഓക്കെ, ആൻഡ് എഫ് ഓഫ് x1 വരുന്നത് ഈ ഒരു വാല്യൂ. സോ അതിൻ്റെ ഡിഫറൻസ് എഫ് ഓഫ് x2 മൈനസ് എഫ് ഓഫ് x1 എന്ത് വരും? അതായത് എം ക്യു ഈക്വൽ ടു എഫ് ഓഫ് x2 മൈനസ് എഫ് ഓഫ് x1 എന്ന് കിട്ടി. നൗ നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് x2 മൈനസ് x1 ഇൻറ്റു ഡി എഫ് ബൈ ഡി x1 ആണ്. ഡി എഫ് ബൈ ഡി x1 എന്ന് വെച്ചാൽ എന്താ? നമ്മളുടെ അറ്റ് പോയിന്റ് x1ലുള്ള ഡെറിവേറ്റീവാണ്. അതായത് അതിൻ്റെ ടാൻജൻറ്റ് ലൈനിൻ്റെ സ്ലോപ്പാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ടാൻജൻറ്റ് ലൈനായി വരുന്നത് ഇവിടെ പി എൻ ആണ്. അപ്പോൾ പി എന്നിൻ്റെ സ്ലോപ്പ് കാണണമെങ്കിൽ നമുക്ക് ടാൻ തീറ്റ കണ്ടുപിടിക്കണം. ഇപ്പോൾ തീറ്റ എന്ന് പറയുമ്പോൾ നമ്മളുടെ എക്സ് ആക്സിസ് പോസിറ്റീവ് എക്സ് ആക്സിസായി മേക്ക് ചെയ്യുന്ന ആംഗിളാണ്. അപ്പോൾ ഇവിടെ നമ്മൾ തീറ്റ എടുത്തു. അപ്പോൾ ടാൻ തീറ്റ എങ്ങനെ വരും? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, അതായത് എം എൻ ബൈ പി എം ആണ് നമ്മളുടെ ടാൻ തീറ്റ വരുന്നത്. അതായത് ഡി എഫ് ബൈ ഡി എക്സ് വൺ ഈക്വൽ ടു എം എൻ ബൈ പി എം. പക്ഷേ ഈ പി എം എന്ന് പറയുന്നത് എന്താ? പി എം എക്സ് ടു മൈനസ് എക്സ് വൺ. സോ വി ഗെറ്റ് എം എൻ ഈക്വൽ ടു ഡി എഫ് ബൈ ഡി എക്സ് വൺ ഇൻറ്റു എക്സ് ടു മൈനസ് എക്സ് വൺ. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ നമ്മളുടെ എം എൻ ഈക്വൽ ടു എക്സ് ടു മൈനസ് എക്സ് വൺ ഇൻറ്റു ഡി എഫ് ബൈ ഡി എക്സ് വൺ എന്ന് കിട്ടിയത്. സോ നമുക്ക് എം ക്യു ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു മൈനസ് എഫ് ഓഫ് എക്സ് വൺ എന്നും എം എൻ ഈക്വൽ ടു എക്സ് ടു മൈനസ് എക്സ് വൺ ഇൻറ്റു ഡി എഫ് ബൈ ഡി എക്സ് വൺ എന്നാണ് കിട്ടിയത്. അപ്പോൾ നമ്മൾക്കിവിടെ എഫ് ഓഫ് എക്സ് ടു മൈനസ് എഫ് ഓഫ് എക്സ് വൺ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് ടു മൈനസ് എക്സ് വൺ ഇൻറ്റു ഡി എഫ് ബൈ ഡി എക്സ് വൺ എന്നാണ് കണ്ടീഷൻ. അപ്പോൾ അതിവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. നമ്മളുടെ എം ക്യു എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം എൻ ആണ്. ഓക്കെ, so f of x is convex if and only if f of x2 minus f of x1 greater than or equal to x2 minus x1 into df by dx1. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഫിഗർ 3ൽ നമുക്കൊരു ഇൻക്രീസിങ് ഫംഗ്ഷൻ ആയിട്ടാണ് എഫ് ഓഫ് എക്സ് എടുത്തിട്ടുള്ളത്. ഇനി നേരെ തിരിച്ചൊരു ഡിക്രീസിങ് ഫംഗ്ഷൻ ആയിരുന്നെങ്കിൽ, അതായത് ഈ ഒരു ഫോമിലാണ് വരുന്നതെങ്കിൽ, ഇതും ഒരു കോൺവെക്സ് ഫംഗ്ഷൻ ആയിട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. നിങ്ങൾ ജസ്റ്റ് എഫ് ഓഫ് എനെയും എഫ് ഓഫ് ബിനെയും ജോയിൻ ചെയ്യുന്ന സ്ട്രൈറ്റ് ലൈൻ തന്നെയാണ് ലീഡ് ചെയ്ത് നിൽക്കുന്നത്. സോ ഈ ഒരു ഫംഗ്ഷൻ ഒരു കോൺവെക്സ് ഫംഗ്ഷൻ ആണ്. ഇനി നമുക്ക് ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. സോ നമ്മൾ ആർബിട്രറി ആയിട്ട് രണ്ട് പോയിൻറ്റ്സ് എക്സ് വണ്ണും എക്സ് ടു ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ എടുത്തു. ദെൻ ഇവിടെ അറ്റ് പോയിന്റ് എക്സ് വണ്ണിലുള്ള ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ആൻറ്റി ക്ലോക്ക് വൈസിലാണ് ഈ ഒരു ആംഗിൾ വരുന്നത്. സോ നമ്മളുടെ ഇവിടുത്തെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ ഈ ടാൻജൻറ്റ് ലൈനിൻ്റെ സ്ലോപ്പ് കാണുമ്പോൾ നമ്മൾക്കിവിടെ മൈനസ് ഡി എഫ് ബൈ ഡി എക്സ് വൺ ഈക്വൽ ടു ആണ് ഈ ഒരു ആംഗിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടാൻജൻറ്റ് വരിക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ മൈനസ് ഡി എഫ് ബൈ ഡി എക്സ് വൺ ഈക്വൽ ടു എം എൻ ബൈ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഓക്കെ, പി എൻ എം എൻ ബൈ പി എൻ. അപ്പോൾ പി എൻ എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? പി എൻ ഈക്വൽ ടു എക്സ് ടു മൈനസ് എക്സ് വൺ. ഓക്കെ, സോ വി ഗെറ്റ് എം എൻ ഈക്വൽ ടു mn equal to x2 minus x1 into minus df by dx1. Okay, and also f of x2 minus f of x1. ഇവിടെ നമ്മളുടെ f of x1 ആണ് ഹയസ്റ്റ് വാല്യൂ ആയിട്ട് നിൽക്കുന്നത്. f of x1 ആൻഡ് f of x2ൻ്റെ വാല്യൂ വരുന്നത് ഫംഗ്ഷനിൽ ഈ ഒരു പോയിന്റ്. സോ f of x1 മൈനസ് f of x2, f of x1 ആണ് ലീഡ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ f of x1 മൈനസ് f of x2 എന്ത് വരും? qn. സോ വി ഗെറ്റ് qn ഈക്വൽ ടു f of x1 മൈനസ് f of x2. സോ നമ്മളുടെ mn ഗ്രേറ്റർ ദാൻ qn ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, mn ഗ്രേറ്റർ ദാൻ qn. ഇനി mn നമുക്ക് എന്താ വന്നത്? x2 മൈനസ് x1 ഇൻറ്റു മൈനസ് df ബൈ dx1 which is greater than or equal to qn. qn വന്നത് f of x1 മൈനസ് f of x2. ഓക്കെ, നമുക്കിവിടെ x2 മൈനസ് x1 ഇൻറ്റു മൈനസ് df ബൈ dx1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു f of x1 മൈനസ് f of x2 ആണ്. സോ ഇത് രണ്ട് സൈഡും നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മളുടെ ഇൻഇക്വാലിറ്റി f of x2 മൈനസ് f of x1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു x2 മൈനസ് x1 ഇൻറ്റു df ബൈ dx1 എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് തിയറം 6. f of x be a convex differentiable function defined on a convex domain k subset of En, then f of x naught
is a global minimum if and only if x minus x naught whole transpose into del f of x naught greater than or equal to 0 for all x in k. സോ നമുക്ക് മിനിമം ഇവിടെ നമ്മൾ E1ൻ്റെ സബ്സെറ്റ് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിൽ തന്നെ കൺസിഡർ ചെയ്യുകയാണ്. ഫംഗ്ഷൻ്റെ ഡൊമൈനായിട്ട് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ മിനിമം ഓഫ് എഫ് ഓഫ് എക്സ് ലൈസ് അറ്റ് എക്സ് ഈക്വൾ ടു എക്സ് നോട്ട് ആണെങ്കിൽ നമുക്ക് എന്ത് പറയണം? എക്സ് മൈനസ് എക്സ് നോട്ട് ഇൻറ്റു ഡി എഫ് ബൈ ഡി എക്സ് നോട്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൾ ടു 0. ഓക്കെ, സോ നമുക്ക് മിനിമം എക്സ് നോട്ട് എന്ന് പറയുന്നത് ഇൻറ്റീരിയർ പോയിൻ്റ് ആണെങ്കിൽ, നമ്മൾ ആ തിയറത്തിൻ്റെ പ്രൂഫിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇൻറ്റീരിയർ പോയിന്റിലാണെങ്കിൽ അവിടുത്തെ ഡെറിവേറ്റീവ് 0 ആയിരിക്കും. സോ ഇവിടെ ഡി എഫ് ബൈ ഡി എക്സ് നോട്ട് ഈക്വൾ ടു 0 എന്ന് കിട്ടും. സോ നമ്മളുടെ ഈ പ്രോഡക്റ്റ് എക്സ് മൈനസ് എക്സ് നോട്ട് ഇൻറ്റു ഡി എഫ് ബൈ ഡി എക്സ് നോട്ടും 0 ആകും. സോ ക്ലിയർലി അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൾ ടു 0 എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഇൻറ്റീരിയർ പോയിന്റിലാണ് മിനിമം അറ്റൈൻ ചെയ്യുന്നതെങ്കിൽ. ഇനി ബൗണ്ടറി പോയിന്റിലാണെങ്കിൽ, അതായത് ഈ ഒരു ഫിഗറിൽ തന്നിരിക്കുന്ന പോലെ, സപ്പോസ് എക്സ് നോട്ട് ഈക്വൾ ടു എ ആണെങ്കിൽ, ഓക്കെ, നമുക്ക് എക്സ് നോട്ട് ഈക്വൾ ടു എ ആയിട്ടും വരാം, എക്സ് നോട്ട് ഈക്വൾ ടു ബി എന്ന കേസും വരാം. മിനിമം അറ്റൈൻ ചെയ്യുന്നത് എൻ പോയിൻറ്റ്സിലാണെങ്കിൽ എന്ത് സംഭവിക്കും? ഫസ്റ്റ് കേസ് നോക്കാം, എക്സ് നോട്ട് ഈക്വൾ ടു എ. അപ്പോൾ നമുക്കിവിടെ ഡെറിവേറ്റീവ് അറ്റ് പോയിന്റ് എ എന്ന് പറഞ്ഞ് ഈ ഫംഗ്ഷൻ ഒരു ഇൻക്രീസിങ് ഫംഗ്ഷൻ ആയിട്ടാണുള്ളത്. സോ നമ്മളുടെ ഡി എഫ് ബൈ ഡി എക്സ് നോട്ട് എന്തായി മാറും? ഇൻക്രീസിങ് ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൾ ടു 0 ആയിരിക്കും. ഡി എഫ് ബൈ ഡി എക്സ് നോട്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൾ ടു 0 ആയി. ഇനി എക്സ് മൈനസ് എക്സ് നോട്ട്, എക്സ് നമ്മൾ ഈ ഒരു ഇൻ്റർവെല്ലിൽ പോയിൻറ്റ്സ് ആയിട്ടാണ്, അപ്പോൾ എന്തായാലും എക്സ് നോട്ടിനേക്കാളും കൂടുതലായിരിക്കും. സോ എക്സ് മൈനസ് എക്സ് നോട്ടിൻ്റെ വാല്യൂ എന്തായിരിക്കും? എക്സ് മൈനസ് എക്സ് നോട്ടും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൾ ടു 0 ആയിരിക്കും. സോ നമ്മളുടെ ഡി എഫ് ബൈ ഡി എക്സ് നോട്ടും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൾ ടു 0 ആകും, എക്സ് മൈനസ് എക്സ് നോട്ടും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൾ ടു 0 ആകും. സോ ഈ പ്രോഡക്റ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൾ ടു 0 ആയിരിക്കും. ഫിഗർ 5 പോലെയാണ് വരുന്നതെങ്കിൽ. ഇനി അടുത്തത് ബിയിലാണ് മിനിമം അറ്റൈൻ ചെയ്യുന്നതെങ്കിൽ, അതായത് എക്സ് നോട്ട് ഈക്വൾ ടു ബി എന്ന കേസ് വരുമ്പോൾ നമുക്ക് ഡെറിവേറ്റീവ് ഇവിടെ ഡിക്രീസ് ചെയ്തിട്ടാണ് വരുന്നത്. സോ നമ്മളുടെ ഡി എഫ് ബൈ ഡി എക്സ് നോട്ട് ഡെറിവേറ്റീവ് ലെസ് ദാൻ ഓർ ഈക്വൾ ടു 0 ആയിരിക്കും. ഇനി അതുപോലെ നമ്മൾ ഏത് പോയിന്റ്, ഈ ഡൊമൈനിൽ വേറെ ഏത് പോയിന്റ് എടുത്താലും അത് എക്സ് നോട്ടിനേക്കാളും താഴെയായിട്ടാണ് വരിക. ദാറ്റ് ഈസ് എക്സ് മൈനസ് എക്സ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൾ ടു 0. സോ നമ്മളുടെ ഡെറിവേറ്റീവും ലെസ് ദാൻ ഓർ ഈക്വൾ ടു 0 ആണ്, എക്സ് മൈനസ് എക്സ് നോട്ടും ലെസ് ദാൻ ഓർ ഈക്വൾ ടു 0 ആണ്. സോ നമ്മളുടെ ഫിഗർ 6 പോലെയാണ് വരുന്നതെങ്കിൽ ആ പ്രോഡക്റ്റും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൾ ടു 0 ആയിട്ടാണ് വരുന്നത്. രണ്ടും ലെസ് ദാൻ ഓർ ഈക്വൾ ടു 0 ആകുമ്പോൾ ആ പ്രോഡക്റ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൾ ടു 0 എന്ന് കിട്ടും. സോ നമുക്ക് ഇൻറ്റീരിയർ പോയിന്റിലാണെങ്കിലും എൻ പോയിൻറ്റ്സിലാണെങ്കിലും ഗ്ലോബൽ മിനിമം അറ്റൈൻ ചെയ്യുന്ന പോയിൻറ്റ്സിൽ, മിനിമം അറ്റൈൻ ചെയ്യുന്ന പോയിൻറ്റ്സിൽ നമുക്ക് എക്സ് മൈനസ് എക്സ് നോട്ട് ഇൻറ്റു ഡി എഫ് ബൈ ഡി എക്സ് നോട്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൾ ടു 0 എന്ന് കിട്ടും. നെക്സ്റ്റ് നമ്മളുടെ മാത്തമാറ്റിക്കൽ പ്രോഗ്രാമിങ്ങിൻ്റെ ജനറൽ മോഡലാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് മാത്തമാറ്റിക്കൽ മോഡൽ എന്താ ചെയ്യുന്നത്? നമ്മളുടെ എക്സ് ഈക്വൾ ടു എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് എൻ. അപ്പോൾ നമുക്ക് ഇത്രയും വേരിയബിൾസിൻ്റെ വാല്യൂസാണ് കണ്ടുപിടിക്കേണ്ടത്, സാറ്റിസ്ഫൈങ് സെർട്ടൻ കണ്ടീഷൻസ്. അപ്പോൾ നമുക്ക് ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷനെ ഒപ്റ്റിമൈസ് ചെയ്യാനുണ്ടാവും സബ്ജക്റ്റ് ടു സെർട്ടൻ കൺസ്ട്രെയിൻറ്റ് ഫംഗ്ഷൻസ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഈ കൺസ്ട്രെയിൻറ്റ് ഫംഗ്ഷൻസിൻ്റെ ജനറൽ ഫോം എങ്ങനെയൊക്കെ ആവാം? ജി ഐ ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൾ ടു 0 ആ ടൈപ്പിൽ വരാം, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൾ ടു 0 ടൈപ്പിൽ വരാം, അതുപോലെ ഈക്വൾ ടു 0 ടൈപ്പിലും വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് കൺസ്ട്രെയിൻസ് ലെസ് ദാൻ ഓർ ഈക്വൾ ടു 0, അതായത് ജി ഐ ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൾ ടു 0 ഫോർ ഐ ഈക്വൾ ടു 1 2 3 എക്സെട്ര പി. ജി ഐ ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൾ ടു 0, അടുത്ത കുറച്ച് സെറ്റ് ഓഫ് ഫംഗ്ഷൻസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൾ ടു 0 ടൈപ്പിൽ ഫോർ ഐ ഈക്വൾ ടു പി പ്ലസ് 1 ടു ആർ. ആൻഡ് ജി ഐ ഓഫ് എക്സ് ഈക്വൾ ടു 0 ഫോർ ഐ ഈക്വൾ ടു ആർ പ്ലസ് 1 ടു എം. സോ ടോട്ടൽ നമുക്ക് എം കൺസ്ട്രെയിൻറ്റ് ഫംഗ്ഷൻസ് ഉണ്ട്. അതിൽ കുറച്ച് ഫംഗ്ഷൻസ്, അതായത് ആദ്യത്തെ പി ഫംഗ്ഷൻസ് ലെസ് ദാൻ ഓർ ഈക്വൾ ടു 0 ടൈപ്പിൽ, പിന്നെ അടുത്ത സെറ്റ് ഓഫ് ഫംഗ്ഷൻസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൾ ടു 0 ടൈപ്പിൽ, പിന്നീട് ഈക്വൾ ടു 0 ടൈപ്പിൽ വരുന്നത്. പക്ഷേ നമുക്കിതിനെ എല്ലാത്തിനെയും കൂടി ജനറലായിട്ട് ലെസ് ദാൻ ഓർ ഈക്വൾ ടു ടൈപ്പിൽ തന്നെ എഴുതാൻ പറ്റും. ഓക്കെ, ഈ എം കൺസ്ട്രെയിൻറ്റ് ഫംഗ്ഷൻസിനെ എല്ലാം ലെസ് ദാൻ ഓർ ഈക്വൾ ടു ടൈപ്പിൽ തന്നെ എഴുതാം. കാരണം നമുക്ക് ഈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൾ ടു 0 ആയിട്ടുള്ള ഫംഗ്ഷൻ ആണെങ്കിൽ അതിനെ ലെസ് ദാൻ ഓർ ഈക്വൾ ടു 0 ടൈപ്പിലേക്ക് മാറ്റാൻ പറ്റും. എങ്ങനെയാണ്? അതിൻ്റെ നെഗറ്റീവ് എടുത്താൽ മതി. ജി ഐ ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൾ ടു 0 ഇഫ് ആൻഡ് ഓൺലി ഇഫ് മൈനസ് ജി ഐ ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൾ ടു 0. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടുത്തെ ഓരോ ജി ഐ ഓഫ് എക്സ്, ഓരോ കൺസ്ട്രെയിൻറ്റ് ഫംഗ്ഷൻസും റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് ഓഫ് എക്സ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഫംഗ്ഷൻസ് ഓഫ് സെവറൽ വേരിയബിൾസ് തന്നെയാണ്, പക്ഷേ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ജി ഐ ഓഫ് എക്സ്
ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ടൈപ്പിലാണെങ്കിൽ നമുക്കതിനെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതുപോലെ ഈക്വൽ ടു 0 ടൈപ്പിനെയും നമുക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആയിട്ടോ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നും എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കിതിന് ജനറലായിട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ടൈപ്പിൽ എഴുതാൻ പറ്റും. ഓക്കെ, നൗ അതുപോലെ തന്നെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ടൈപ്പിലുള്ളതിനെയും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ടൈപ്പിലുള്ളതിനെയും നമുക്ക് ഈക്വൽ ടു 0 എന്ന ടൈപ്പിലേക്ക് മാറ്റാം. അതായത് നിങ്ങൾക്ക് gi(x) ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ടൈപ്പിലാണെങ്കിൽ നമുക്ക് സെർട്ടൻ വേരിയബിൾ അതിനോട് കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് അതിനെ എന്താക്കി മാറ്റാം, ഒരു നോൺ നെഗറ്റീവ് വേരിയബിൾ ആഡ് ചെയ്ത് അതിനെ നമുക്ക് ഈക്വൽ ടു 0 ടൈപ്പിലേക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, അതായത് നമുക്കിവിടെ gi(x) പ്ലസ് സം xn പ്ലസ് i ഈക്വൽ ടു 0 എന്ന ടൈപ്പിലേക്ക് മാറ്റാം. അപ്പോൾ ഇവിടെ ഈ പുതിയതായി ഇൻട്രൊഡ്യൂസ് ചെയ്ത വേരിയബിൾ, ഒരു നോൺ നെഗറ്റീവ് വേരിയബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിനെയാണ് സ്ലാക്ക് വേരിയബിൾ എന്ന് പറയാം. അതുപോലെ തന്നെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ടൈപ്പിലാണെങ്കിൽ നമുക്ക് സെർട്ടൻ വേരിയബിൾ റിമൂവ് ചെയ്തിട്ട് ഒരു നോൺ നെഗറ്റീവ് വേരിയബിൾ മൈനസ് ചെയ്ത് നമുക്കതിനെ ഈക്വൽ ടു 0 ടൈപ്പിലേക്ക് മാറ്റാം. ഓക്കെ, gi(x) ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഇഫ് ആൻഡ് ഓൺലി ഇഫ് gi(x) മൈനസ് xn പ്ലസ് i ഈക്വൽ ടു 0 where xn plus i greater than or equal to 0. So less than or equal to ടൈപ്പിലുള്ളതിനെ നമുക്കൊരു നോൺ നെഗറ്റീവ് വേരിയബിൾ ആഡ് ചെയ്തിട്ടും അതുപോലെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ടൈപ്പിലുള്ള കൺസ്ട്രെയിൻസിൻ്റെ കൂടെ ഒരു നോൺ നെഗറ്റീവ് വേരിയബിൾ മൈനസ് ചെയ്തിട്ട് നമുക്ക് രണ്ടിനെയും ഈക്വൽ ടു 0 ടൈപ്പിലേക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ പുതിയതായി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഈ വേരിയബിൾ xn പ്ലസ് ഐനെയാണ് സ്ലാക്ക് വേരിയബിൾ എന്ന് പറയാം. പക്ഷെ നമുക്ക് കുറച്ചും കൂടി സ്പെസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ ഫസ്റ്റ് കേസിൽ വരുന്നത്, അതായത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ടൈപ്പിൽ നമ്മൾ ആഡ് ചെയ്യുന്ന ആ നോൺ നെഗറ്റീവ് വേരിയബിളിനെ സ്ലാക്ക് വേരിയബിൾ എന്നും, അടുത്തത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ടൈപ്പിൽ നമ്മൾ മൈനസ് ചെയ്യുന്ന നോൺ നെഗറ്റീവ് വേരിയബിളിനെ സർപ്ലസ് വേരിയബിൾ എന്ന് പറയും. പക്ഷേ ഇവിടെ ജനറലായിട്ട് നമ്മൾ ഈ പുതിയതായി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന നോൺ വേരിയബിൾ ഈ ടെക്സ്റ്റിൽ സ്ലാക്ക് വേരിയബിൾ എന്ന് തന്നെയാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി സ്പെസിഫൈ ചെയ്ത് സ്ലാക്ക് വേരിയബിളും സർപ്ലസ് വേരിയബിളും ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് ടൈപ്പിൽ വരുന്നതിനെയാണ് സ്ലാക്ക് വേരിയബിൾ എന്ന് പറയുന്നത്. അതുപോലെ സെക്കൻഡ് ടൈപ്പിൽ വരുന്നത് സർപ്ലസ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യാറുണ്ട്. പക്ഷേ രണ്ടിനും ജനറലായിട്ട് സ്ലാക്ക് വേരിയബിൾസ് എന്ന് തന്നെയാണ് പറയാറുള്ളത്. ഓക്കെ, പിന്നെ ഓൾവേസ് നമുക്ക് നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻസ് ഉണ്ടാവും. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. നിങ്ങൾ മുൻപ് ലീനിയർ പ്രോഗ്രാമിംഗ് പഠിക്കുമ്പോൾ x1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 അങ്ങനത്തെ ഒരു കണ്ടീഷൻ വരും. അതിനെയാണ് നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻസ്. സോ എല്ലാ മോഡൽസിലും നമുക്ക് ഈ നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻസ് ഉണ്ടാവണമെന്നില്ല. ചില കേസസിൽ നമ്മളുടെ വേരിയബിൾസ് എന്തായാലും നോൺ നെഗറ്റീവ് ആയിരിക്കണം എന്നുള്ളൊരു കണ്ടീഷൻ വരാം. അപ്പോൾ ആ കേസസിലൊക്കെയാണ് നമുക്ക് ഈ നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻസ് വരുന്നത്. അപ്പോൾ നമ്മളുടെ മാത്തമാറ്റിക്കൽ പ്രോഗ്രാമിങ്ങിൻ്റെ ജനറൽ ഫോമാണ് തന്നിട്ടുള്ളത്. ലെറ്റ് എഫ് ഓഫ് എക്സ് gi(x) ഫോർ i ഈക്വൽ ടു 1 to m ബി റിയൽ വാല്യൂഡ് ഫങ്ഷൻസ് ഓഫ് x in En and let S be the subset of En containing all points satisfying the constraints gi(x) less than or equal to 0 for i equal to 1, 2, 3, etc. m and x greater than or equal to 0. ഓക്കെ, നമ്മളുടെ എഫ് ഓഫ് എക്സ് എന്നുള്ളൊരു ഫംഗ്ഷൻ, അതായത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഉണ്ട് ആൻഡ് കൺസ്ട്രെയിൻ ഫംഗ്ഷൻസ് gi(x) m കൺസ്ട്രെയിൻസ് തന്നിട്ടുണ്ട് gi(x) ആൻഡ് condition gi(x) less than or equal to 0 for i equal to 1, 2, 3, etc. m and x greater than or equal to 0. ഈ കൺസ്ട്രെയിൻസിനെ എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന, ഇൻക്ലൂഡിങ് നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻസ്, ഇതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇഎനിലെ പോയിൻറ്റ്സുകളുടെ കളക്ഷനായിട്ടാണ് എസ് എടുത്തിട്ടുള്ളത്. ദെൻ വി ഹാവ് ടു ഫൈൻഡ് എക്സ് നോട്ട് ഇൻ എസ് സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് നോട്ട് ഈസ് എ ഗ്ലോബൽ മിനിമം ഇൻ എസ്. അതായത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെ മിനിമൈസ് ചെയ്യുന്നതും ഈ കൺസ്ട്രെയിൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നതുമായിട്ടുള്ള ഒരു പോയിൻ്റാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എസ് എന്ന സെറ്റ് എടുത്തത് ഈ കൺസ്ട്രെയിൻ ഫംഗ്ഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇഎനിലെ പോയിൻറ്റ്സ് ആണ്. ഇനി ആ പോയിൻറ്റ്സിൽ, അതായത് ആ സെറ്റിലെ മിനിമം ആയിട്ട് വരുന്ന എഫ് ഓഫ് എക്സിനെ മിനിമൈസ് ചെയ്യുന്ന ഒരു പോയിൻ്റ് എക്സ് നോട്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ജനറൽ മാത്തമാറ്റിക്കൽ പ്രോഗ്രാമിങ്ങിൻ്റെ പ്രോബ്ലം. സോ നമുക്കിവിടെ പറഞ്ഞു ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ടൈപ്പിനെ ഈക്വൽ ടു 0 ടൈപ്പ് ആക്കിയിട്ട് മാറ്റാം. നമ്മൾ എന്താ ചെയ്യുന്നത്, സ്ലാക്ക് വേരിയബിൾ ആഡ് ചെയ്തിട്ട് ഒരു നോൺ നെഗറ്റീവ് വേരിയബിൾ ആഡ് ചെയ്ത് അതിനെ ഈക്വൽ ടു 0 ടൈപ്പിലേക്ക് മാറ്റുന്നു. gi(x) പ്ലസ് xn പ്ലസ് i ഈക്വൽ ടു 0 വെർ xn പ്ലസ് i
ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ നമ്മൾ നോൺ നെഗറ്റീവ് വേരിയബിൾ തന്നെയാണ് ആഡ് ചെയ്യുന്നത്. സോ നമുക്ക് ഈ കൺസ്ട്രെയിൻസിനെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ടൈപ്പിലുള്ളതിനെ ഈക്വൽ ടു 0 ടൈപ്പിലേക്ക് മാറ്റാവുന്നത് കൊണ്ട് തന്നെ ജനറൽ മാത്തമാറ്റിക്കൽ പ്രോഗ്രാമിംഗ് നമുക്ക് ഇങ്ങനെയും പറയാം. To find x naught belongs to S subset of En such that f of x naught is a global minimum in S and for all x in S gi of x equal to 0 for I equal to 1, 2, 3 etc. and x greater than or equal to 0. ഓക്കെ, അപ്പോൾ നമ്മൾക്കിവിടെ മുൻപത്തെ കേസിലാകുമ്പോൾ ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ടൈപ്പിലാകുമ്പോൾ നമ്മൾ സെർട്ടൻ ഇക്വേഷൻസ് ഉണ്ട്, ഓരോന്നിൻ്റെയും കൂടെ നമ്മൾ സെർട്ടൻ നോൺ നെഗറ്റീവ് വേരിയബിൾസ് ആഡ് ചെയ്ത് സ്ലാക്ക് വേരിയബിൾസ് ആഡ് ചെയ്ത് അതിനെ ഈക്വൽ ടു 0 ടൈപ്പിലേക്ക് മാറ്റും. അപ്പോൾ അവിടെ നമ്മളുടെ ടോട്ടൽ വേരിയബിൾസ് n+m ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് ജനറൽ കേസിൽ ഈക്വൽ ടു 0 ടൈപ്പിൽ നമ്മളുടെ കൺസ്ട്രെയിൻറ്റ് ഫങ്ഷൻസ് പറയാൻ പറ്റും. നൗ if S is a convex set and f of x and gi of x are convex functions, then the program is said to be convex program. Okay, അപ്പോൾ മാത്തമാറ്റിക്കൽ പ്രോഗ്രാമിങ്ങിൻ്റെ നമ്മൾ ജനറൽ ഫോം പറഞ്ഞു. ഇനി അതിൽ കൺസ്ട്രെയിൻറ്റ് ഫങ്ഷൻസും ഒബ്ജക്റ്റീവ് ഫങ്ഷനും രണ്ടും കോൺവെക്സ് ഫങ്ഷനും അതുപോലെ ഈ കൺസ്ട്രെയിൻറ്റ് ഫങ്ഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന സെറ്റ് ഓഫ് ഓൾ പോയിൻറ്റ്സ് അതിനെയാണ് നമ്മൾ എസ് എന്നുകൊണ്ട് ഡിനോട്ട് ചെയ്തത്. ഈ എസ് എന്ന സെറ്റ് കോൺവെക്സ് സെറ്റുമാണെങ്കിൽ നമ്മളുടെ ഈ മാത്തമാറ്റിക്കൽ പ്രോഗ്രാമിങ്ങിനെ നമുക്ക് എന്ത് പറയാം, കോൺവെക്സ് പ്രോഗ്രാമിംഗ് എന്നും പറയാം. ഓക്കെ, നെക്സ്റ്റ് ഒരു തിയറമാണ് തിയറം 7. ലെറ്റ് എക്സ് ബിലോങ്സ് ടു En and let gi of x for I equal to 1, 2, 3 etc. m be convex functions in En. Let S subset of En be the set of all points satisfying the constraints gi of x less than or equal to 0 for I equal to 1, 2, 3 etc. m. Then S is a convex set. ഇപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, നമ്മളുടെ കൺസ്ട്രെയിൻറ്റ് ഫങ്ഷൻസ് gi of x കോൺവെക്സ് ഫങ്ഷൻസ് ആണെങ്കിൽ നമ്മളുടെ ഈ കൺസ്ട്രെയിൻറ്റ് ഫങ്ഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന സെറ്റ് ഓഫ് ഓൾ പോയിൻറ്റ്സ് ഇൻ En എടുത്തു കഴിഞ്ഞാൽ ആ സെറ്റ് ഒരു കോൺവെക്സ് സെറ്റായി മാറും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ കൺസ്ട്രെയിൻറ്റ് ഫങ്ഷൻസ് ആയിട്ട് m ഫങ്ഷൻസ് ആണ് എടുത്തിട്ടുള്ളത്, g1 of x, g2 of x എക്സെട്ര gm of x. അപ്പോൾ ഈ ഇത്രയും കൺസ്ട്രെയിൻറ്റ് ഫങ്ഷൻസിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന Enലെ പോയിൻറ്റ്സുകളുടെ കളക്ഷനാണ് എസ്. ഈ എസ് കോൺവെക്സ് സെറ്റ് ആവുമെന്ന് പ്രൂവ് ചെയ്യണം. സോ നമുക്ക് കോൺവെക്സ് സെറ്റ് ആവുമെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ എന്ത് പ്രൂവ് ചെയ്യണം, എസ്സിൽ ഏത് രണ്ട് പോയിൻറ്റ്സ് എടുത്താലും അതിനെ ജോയിൻ ചെയ്യുന്ന സ്ട്രേറ്റ് ലൈനും എസ്സിൽ തന്നെ ഉണ്ടെന്ന്. അതായത് വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ഫോർ എനി x1 x2 in S ലാംഡ x1 plus 1 minus ലാംഡ into x2 belongs to S എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, സോ ലെറ്റ് x1 x2 in S and let x3 equal to lambda x1 plus 1 minus lambda into x2 for 0 less than or equal to lambda less than or equal to 1. We have to prove that x3 belongs to S. അപ്പോൾ x3 എസ്സിലുള്ള പോയിന്റ് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം, x3യും ഈ കൺസ്ട്രെയിൻസ് m കൺസ്ട്രെയിൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന് പ്രൂവ് ചെയ്യണം. അതായത് gi of x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പ്രൂവ് ചെയ്യണം. gi of x3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന്. ഓക്കെ, സോ കൺസിഡർ gi of x3. x3 നമുക്ക് എങ്ങനെ വരുന്നത്, ലാംഡ x1 plus 1 minus ലാംഡ into x2. So gi of x3 equal to gi of lambda x1 plus 1 minus lambda into x2. ഇനി gi's എല്ലാം കോൺവെക്സ് ഫങ്ഷൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ gi of lambda x1 plus 1 minus lambda into x2 less than or equal to lambda into gi of x1 plus 1 minus lambda into gi of x2. ഇനി ഈ ലാംഡ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലാംഡ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിട്ടാണ്. സോ ലാംഡ നോൺ നെഗറ്റീവ് ആണ്. ആൻഡ് gi ഓഫ് x1 നമ്മൾ x1 എടുത്തത് എവിടെ നിന്നാണ്, എസ്സിൽ നിന്നാണ്. അതായത് ഈ കൺസ്ട്രെയിൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിൻറ്റ്സുകളുടെ കളക്ഷനിൽ നിന്ന്. സോ gi ഓഫ് x1 എന്ത് കിട്ടും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. അതുപോലെ x2വും നമ്മൾ എസ് എന്ന സെറ്റിൽ നിന്നാണ് എടുത്തത്. സോ gi ഓഫ് x2വും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ഓക്കെ, ലാംഡ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. സോ ഈ പ്രോഡക്റ്റ് ഒന്ന് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, മറ്റേത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. സോ ലാംഡ ഇൻറ്റു gi ഓഫ് x1 എന്ത് കിട്ടും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. അതുപോലെ 1 മൈനസ് ലാംഡയും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. പക്ഷേ gi ഓഫ് x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആയി. സോ നമുക്ക് ഈ സെക്കൻഡ് പ്രോഡക്റ്റും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. സോ ഈ സം എന്താവും, രണ്ടും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആയതുകൊണ്ട് ഈ സമ്മ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് കിട്ടി. സോ വി ഗെറ്റ് gi ഓഫ് x3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.
അതായത് x1നെയും x2നെയും ജോയിൻ ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈനിൽ ഏത് പോയിന്റ്സ് എടുത്താലും, അതിൻ്റെ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷനിൽ ഏത് പോയിന്റ് എടുത്താലും അതും ഈ കൺസ്ട്രെയിൻസിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന് കിട്ടി. gi of x3 less than or equal to 0 for I equal to 1, 2, 3, etc. m. So we get x3 belongs to S. That is, S is a convex set. So നമ്മളുടെ കൺസ്ട്രെയിൻറ്റ് ഫംഗ്ഷൻസ് എല്ലാം കോൺവെക്സ് ഫംഗ്ഷൻസ് ആണെങ്കിൽ അതിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സ് ഇൻ ഇ എൻ എന്ന് പറയുന്നത് ഒരു കോൺവെക്സ് സബ്സെറ്റ് ഓഫ് ഇ എൻ ആയിരിക്കും. ഓക്കെ, അതാണ് തിയറം 7ൽ പറയുന്നത്. ഇമ്പോർട്ടൻറ്റ് തിയറം ആണ്, നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ഇതോടുകൂടി നമ്മളുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഇതിലെ തിയറംസ് ഒക്കെ എക്സാമിന് ചോദിക്കാറുള്ളതാണ്, എഴുതി പഠിച്ചു നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.